الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فاتقوا الله عباد الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ്റെ മസ്ജിദുകളിൽപ്പെട്ട ഒരു മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏറെ ശ്രേഷ്ഠകരമായ ഒരു അമലാണ് അത്. റബ്ബിൻ്റെ അടുക്കൽ നാളെ നമ്മുടെ മരണത്തിന് ശേഷം ഉപകാരപ്പെടുന്ന രൂപത്തിലായി തീരാൻ, അത് നഷ്ടത്തിലാകാതെ ഇരിക്കാൻ ആദ്യമായി ഞാനും നിങ്ങളും നമ്മുടെ നെയ്യത്ത് കൃത്യമാക്കുക എന്നുള്ളതാണ്. ഓരോ അമലിൻ്റെ പിന്നിലും കൃത്യമായ നെയ്യത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുക എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സന്ദർഭങ്ങളിലായിക്കൊണ്ട് പല സ്വഹാബിമാർക്കുമായി പല നിലക്കുള്ള വസിയ്യത്തുകൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നൽകിയ വസിയത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആ സന്ദർഭം ഇമാം തിർമിദിയുമെല്ലാം ഇമാം അഹ്മദുമെല്ലാം ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അൽബാനി റഹിമഹുല്ലാ സ്വഹീഹ് എന്ന് വിധിച്ച ഹദീസാണ്. ഹദീസൊന്ന് തുടക്കം ആദ്യമായി ഒന്ന് വായിക്കാം. അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ഞാനൊരിക്കൽ റസൂലുമായി ഒരു വാഹനത്തിൻ്റെ പുറത്ത് റസൂലിൻ്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം, അല്ലയോ മോനെ, അതല്ലെങ്കിൽ അല്ലയോ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ നിന്നെ സംരക്ഷിക്കുന്നതാണ്. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുകയാണ് എങ്കിൽ അവനെ നിനക്ക് നിൻ്റെ മുമ്പിൽ കണ്ടെത്താവുന്നതാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും ഒരുമിച്ചുകൂടി നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മേൽ രേഖപ്പെടുത്തിയ അവൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യമല്ലാതെ, ഉപകാരമല്ലാതെ അവർക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരുക സാധ്യമല്ല. വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്, ഇനി അവർ നേരെ തിരിച്ച്
നിന്നെ ഉപദ്രവിക്കുവാൻ ഉദ്ദേശിച്ചാൽ, നിനക്കൊരു പ്രയാസം ബാധിപ്പിക്കുവാൻ വേണ്ടി ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂടി തീരുമാനിച്ചാലും ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ബാധിപ്പിക്കുവാൻ ഉദ്ദേശിച്ച പ്രയാസം എന്താണോ അതല്ലാതെ അതിലുപരി ഒന്നും തന്നെ നിന്നെ ബാധിപ്പിക്കുക എന്നുള്ളത് അവർക്ക് സാധിക്കുന്ന കാര്യമല്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നടക്കാനുള്ള കാര്യങ്ങളെല്ലാം എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പേന അത് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അത് എഴുതി വെച്ച ഏടുകൾ അത് വരണ്ടു പോയിട്ടുണ്ട്. ഇതാണ് ഹദീസ്. ഒന്നാമതായി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഹദീസ്, ഈ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം നൽകുന്ന ഉപദേശമാണ്, ഗൗരവമുള്ള ഉപദേശമാണ്. ഈ ഹദീസ് കേവലമൊരു വായനയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം പല കാര്യങ്ങളും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഇത്ര വലിയ കാര്യങ്ങളടങ്ങുന്ന വലിയൊരു വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് പ്രായപൂർത്തിയോട് അടുത്ത കാലഘട്ടം മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിക്ക് നൽകിയ വസിയ്യത്താണിത്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഈ വസിയ്യത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടതാണ് എന്നുള്ളതാണ്. ഇന്ന് ഈ ഹദീസ് നമ്മൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. ഇതിൽ നിന്ന്, നമ്മുടെ അറിവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കുകയും ശേഷം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ വിളിച്ചിരുത്തി ഈ വസിയ്യത്ത് നമ്മൾ നൽകണം എന്നുള്ളതാണ്. പ്രായപൂർത്തി കഴിഞ്ഞ മക്കളുണ്ടാവും, അതല്ലെങ്കിൽ ഒരുപക്ഷെ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രായത്തിലുള്ള മക്കൾ നമുക്കുണ്ടാകാം. എന്തു തന്നെയായാലും ഈ വസിയ്യത്ത് ഒരു പ്രായപൂർത്തി എത്താത്തൊരു കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ഇതിലെ പല കാര്യങ്ങളും നമുക്കൊരു തോന്നലുണ്ടാകാം, ഇതൊക്കെ ഒരു ചെറിയ കുട്ടിയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന്. ഒരിക്കലുമില്ല. നമ്മുടെ മക്കളെ നമ്മൾ ഗൗരവത്തോടുകൂടി വളർത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ദീനിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിപ്പിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യബോധമുള്ള പക്വതയുള്ള മക്കളാക്കി വളർത്തേണ് വേണ്ടത്. ഒരു പ്രായപൂർത്തി എത്താത്ത കുട്ടിക്ക് റസൂലത് കൊടുത്തുവെങ്കിൽ ഒരിക്കലും നമുക്ക് അത് ഒഴിവാക്കുക നമുക്ക് യോജിച്ചതല്ല. ശരി, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇത് വ്യത്യസ്തങ്ങളായ മറ്റു പല ആയത്തുകളിൽ നിന്നും ഇത്തരമൊരാശയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ, ആദർശങ്ങളെ എതിർക്കുകയും മുസ്ലിമീങ്ങളെ ഇപ്പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നാടുകളിലും മറ്റു നാടുകളിലുമെല്ലാം നടക്കുന്നത് പോലെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാനെല്ലാം ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ ഏത് നിലക്കുള്ള അതിനെ തടുക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കുകയാണ് എങ്കിലും ഒന്നാമത് വേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമെന്നുള്ളത്. അത് ഏത് രൂപത്തിലായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലായിരിക്കാം. ഈ ഹദീസിൽ പറഞ്ഞത് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്നാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്കവനെ നിൻ്റെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും എന്ന് പറഞ്ഞത് രണ്ട് നിലക്കാണ്. ഒന്ന്, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഅദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർക്ക് മുമ്പിലും പിറകിലുമായി കൊണ്ട് തുടർച്ചയായി വരുന്ന മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന, ദുനിയാവിൽ നൽകുന്ന ഒരു സംരക്ഷണമാണ്. അപകടങ്ങളിൽ നിന്നും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമുക്കുള്ള സംരക്ഷണമായി തയ്യാറാക്കിയ ഒരു സംവിധാനമാണത്. മാത്രമല്ല, രണ്ടാമത്തെ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൻ്റെ വിഷയത്തിൽ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണത്? ഒരു ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹ്. ഒരടിമ അവൻ നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത് അവൻ എന്നിലേക്ക് അടുക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നതുവരെ. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ, അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത് അവൻ എന്നിലേക്ക് അടുത്ത് ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാനുള്ളത്? കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംരക്ഷണം നൽകുന്നതാണ്. നമ്മുടെ കാതുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുന്നതാണ്. നമ്മുടെ കൈയും നമ്മുടെ കാലുകൾക്കും അല്ലാഹു പ്രത്യേകം സംരക്ഷണം നൽകുന്നതാണ്. സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ, ദീനിയായ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, ഹറാമുകളിൽ നിന്ന്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അവൻ നമ്മുടെ അവയവങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതാണ് എന്നുള്ളതാണ്. ഹറാമിലേക്ക് എത്തിപ്പെടാത്തൊരു സാഹചര്യം, നമ്മുടെ ഒരു അവയവങ്ങൾ കൊണ്ടും ഒരു ഹറാമും ചെയ്യാത്ത ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു വഴി ഈ ഹദീസിൽ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ധാരാളമായി സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവനിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഹദീസിൽ പറഞ്ഞല്ലോ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. പക്ഷേ അതിനുള്ള കണ്ടീഷൻ എന്താണ് പറഞ്ഞത്? ഇഹ്ഫദില്ല, നീ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇത് ദീനിൻ്റെ അടിസ്ഥാന ഒരു ഖായിദയാണ്, പലർക്കും അറിയായിരിക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ ഏത് നിലക്കുള്ള പ്രവർത്തനമാണോ ചെയ്യുന്നത്, ആ നിലക്കുള്ള പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതേ വർഗത്തിലുള്ള റിസൾട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഉദാഹരണം, ദീനിൻ്റെ ചില വിധിവിലക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കട്ടവൻ്റെ കൈ മുറിക്കുക എന്നുള്ളതാണ്. കട്ടവൻ എന്തുകൊണ്ടായിരിക്കും കളവ് നടത്തുക? അവൻ്റെ കൈ കൊണ്ടാണ്. കൈ മുറിക്കുക എന്നുള്ളതാണ് ദീൻ എന്താക്കിയത്? നിയമമാക്കിയത്. വ്യഭിചരിച്ചവൻ്റെ ശിക്ഷ എന്താണ്? എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എറിഞ്ഞുകൊല്ലുക എന്നുള്ള ശിക്ഷ വെച്ചത്? വേറെ പല രൂപത്തിലും ഒരു വ്യക്തിയെ കൊന്നുകളയാൻ എത്രയോ അവസ്ഥകളുണ്ട്, അതല്ലെങ്കിൽ എത്രയോ രീതികളുണ്ട്. എന്നിട്ടും എറിഞ്ഞുകൊല്ലുക എന്നുള്ള ഒരു നിയമം എന്താണ് ഇസ്ലാം കൊണ്ടുവന്നത്? ഒരാൾ വ്യഭിചരിക്കുമ്പോൾ ഹറാമായ രൂപത്തിൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ രൂപത്തിലാണ് അവൻ്റെ ശരീരം മുഴുവൻ സുഖമനുഭവിക്കുന്നത്. അവൻ്റെ ശരീരം മുഴുവൻ ഒരു സുഖമനുഭവിച്ചിട്ടുണ്ട് ഹറാമായ രൂപത്തിൽ. അള്ളാഹു നിഷിദ്ധമാക്കിയ രൂപത്തിൽ അവൻ്റെ ശരീരം
മുഴുവൻ സുഖമനുഭവിച്ചപ്പോൾ അള്ളാഹു അതേ നിലക്കുള്ള ശിക്ഷ വെച്ചു. കല്ലെറിഞ്ഞു കൊല്ലുക. അവൻ്റെ ശരീരം മുഴുവൻ വേദന അനുഭവിച്ച് അവൻ മരണപ്പെടണമെന്നുള്ളതാണ്. ഇതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമുക്കറിയാം ഫിറഔൻ എന്താണ് പറഞ്ഞത്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ കാണുന്ന നദികൾ അതെൻ്റെ അധീനത്തിലാണ് ഒഴുകുന്നത് എന്നാണ് പറഞ്ഞത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അതുപോലെ തന്നെ ഒരു നദിയിൽ വെള്ളത്തിൽ അവനെ മുക്കി നശിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഏത് നിലക്കുള്ള പ്രവർത്തനം ചെയ്യുന്നുവോ ആ നിലക്കുള്ള പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഒരു സംരക്ഷണം നൽകുന്നതാണ്. അതേ പ്രവർത്തനമാണ്. അതിന് ചരിത്രത്തിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഒരു വ്യക്തിയായിരുന്നു അബു ത്വയ്യിബ് ത്വാഹിർ ബിൻ അബ്ദില്ല അത്വബരി അശ്ശാഫിഈ റഹിമഹുല്ലാ. ഹിജ്റ 450 മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 100 വയസ്സിന് മുകളിൽ അദ്ദേഹത്തിന് പ്രായമുണ്ട്. പക്ഷേ ഒരു 100 വയസ്സായ വ്യക്തിക്കുണ്ടാകേണ്ടതായ ഒരു ശാരീരിക പ്രയാസങ്ങളോ ബലക്കുറവോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരിക്കൽ ഒരു കപ്പലിൽ നിന്നോ അതല്ല അദ്ദേഹം ഒരു സാധാരണ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി ഒരു വയസ്സായ ഒരു പ്രായമായ ആൾ ചെയ്യാത്ത രൂപത്തിലൊരു ചാട്ടം എവിടെ നിന്നോ ചാടി അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ശകാരിച്ചു. എന്താണ് താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? പ്രയാസമാകില്ലേ എന്നുള്ള രൂപത്തിൽ. കാരണം ഒരു യുവാവ് എടുത്ത് ചാടുന്നത് പോലെയുള്ളൊരു ചാട്ടം അദ്ദേഹം ചാടിയപ്പോഴാണ് അദ്ദേഹം മറ്റുള്ളവർ ചോദിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹാദിഹി ജവാരിഹു ഹഫിദ്നാഹ അനിൽ മആസി ഫിസ്സിഗർ. ഞങ്ങളുടെ ഈ അവയവങ്ങൾ ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയ അവയവങ്ങളാണ്. തെറ്റ് ചെയ്യാതെ സംരക്ഷിച്ച് നിർത്തിയ അവയവങ്ങളാണ്. ഫഹഫിളഹല്ലാഹു അലൈനാ ഫിൽ കിബർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ വാർദ്ധക്യഘട്ടത്തിൽ ഞങ്ങളുടെ ഈ അവയവങ്ങളെ അള്ളാഹു സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന്. ഹറാമുകളിൽ നിന്ന് ചെറുപ്പകാലഘട്ടങ്ങളിൽ യുവത്വങ്ങളിൽ ഹറാമുകളിൽ നിന്ന് സംരക്ഷിച്ച അവയവങ്ങളാണ് എങ്കിൽ പ്രായമേറെ ചെന്നിട്ടും 100 വയസ്സിന് മുകളിലെത്തിയിട്ടും അതിൻ്റേതായൊരു പ്രയാസമൊന്നും അനുഭവിക്കാത്ത അവയവങ്ങളായി നമുക്ക് നമ്മുടെ ശരീരത്തെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളായിട്ട് അള്ളാഹു ഒരു നടപടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്ന ഈ തത്വം. നമ്മൾ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണോ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അത് ചരിത്രത്തിൽ ഒരു ഉദാഹരണം മാത്രമാണിത് പറഞ്ഞത് എങ്കിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം ഒരു മോശമായ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അതിനു വേണ്ട സർവ്വ സാഹചര്യങ്ങളും ഒരുങ്ങിയ ഒരു സന്ദർഭമായിരുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ സ്ത്രീ വിളിച്ച വിളിക്ക്, അന്ന് ആ സ്ത്രീ ക്ഷണിച്ച ആ ക്ഷണം സ്വീകരിച്ചാൽ തന്നെ അദ്ദേഹത്തിന് നാട്ടുകാരുടെ മുമ്പിൽ അതല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ന്യായീകരിച്ച് നിൽക്കാമായിരുന്നു. അതല്ലെങ്കിൽ ആ വിളിച്ച വിളിക്ക് അദ്ദേഹം കീഴ്പ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നാടല്ല. സ്വാഭാവികമായും മറ്റൊരു നാട്ടിൽ പോയാൽ നമ്മുടെ നാടല്ലാത്ത, നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകളാണ് എങ്കിൽ തെറ്റുകൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. 2, ആ നാട്ടിലെ പ്രമാണിയായ സ്ത്രീയാണ് വിളിക്കുന്നത്. ആ നാട്ടിലെ രാജാവിൻ്റെ ഭാര്യയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആളുകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ, അതല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ
ഈ സ്ത്രീ വിചാരിച്ചാൽ സാധിക്കുന്നതുമാണ്. മൂന്നാമത്തത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങോട്ട് ചെന്നതല്ല, ഇങ്ങോട്ട് ക്ഷണിക്കുന്നതാണ്. ആ സ്ത്രീ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ച് ആ സ്ത്രീയുടെ നിർബന്ധം കൊണ്ട് അദ്ദേഹം അകപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. പല വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ തെറ്റുകുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം വഴങ്ങേണ്ടി വന്നില്ല. ആ സന്ദർഭം വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ഇപ്രകാരമാണ് നമ്മൾ തെറ്റുകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് നാം അകറ്റുന്നത്. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിയതാണ്. അതിൽ നിന്ന് വീണു പോകാതെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരായ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ലൗലാ അർറഅ ബുർഹാൻ റബ്ബിഹി, അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആ ബുർഹാൻ കണ്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു സന്ദർഭമാണ്. ഇത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇതൊരു നിലക്ക് ദീനിയായും ദുനിയവിയായുമുള്ള സംരക്ഷണമാണ്. ദുനിയാവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യമായിരുന്നു. അതിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചു. ദീനിയായിട്ട് നോക്കിയാൽ ഒരു കൃത്യമായ ഒരു ഹറാമായിരുന്നു. അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സംരക്ഷണം നൽകി. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇതെല്ലാം നമുക്ക് ചരിത്രം അറിയുന്നതാണ്. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം. ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂടി, വൻസുറു ആലിഹത്തക്കും ഇൻ കുന്തും ഫാഇലീൻ, നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കൂ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ കത്തിച്ചു കളയാൻ വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി അദ്ദേഹത്തെ അതിലേക്ക് വലിച്ചെറിയുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെയാണ് വന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ പരിചയത്തിൽ തീ കത്തിച്ചാൽ ചൂടേ ഉണ്ടായിട്ടുള്ളൂ. തീ മറ്റൊന്നിനെ കത്തി നശിപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് തീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത് മുതൽ നൽകിയിട്ടുള്ളത്. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു തീയിൻ്റെ ഭൗതികമായ അതിൻ്റെ അവസ്ഥ മുഴുവൻ ചേഞ്ച് വരികയാണ്. ഇതാണ് റബ്ബിൻ്റെ സഹായം എന്നുള്ളത്. ഒരിക്കലും സഹോദരങ്ങളെ, റബ്ബിൻ്റെ സഹായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വന്നൊരു മുസീബത്ത്, അതല്ലെങ്കിൽ ഒരു പ്രയാസം, അത് നീക്കിത്തരാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അത് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതേയില്ല. ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭൗതികമായ സാധ്യതകൾ വെച്ച് നോക്കിയാൽ 1% പോലും ഒരു നിലക്കും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിലും 100% യഖീനോടുകൂടി, ദൃഢമായ വിശ്വാസത്തോടുകൂടി അള്ളാഹു അതെനിക്ക് നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ചോദിക്കാൻ പാടുള്ളൂ. എങ്ങനെ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമല്ല. ഇത് ചിന്തിക്കാൻ പറ്റുമോ? ഒരു തണുത്ത് തീ കത്തിച്ചിട്ട് തീക്കുണ്ടാരം, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കി ഒരു വ്യക്തിയെ അതിനുള്ളിലേക്ക് എറിഞ്ഞിട്ട് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ഒരു AC റൂമിൽ ഇരിക്കുന്നത് പോലത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കാൻ പറ്റും. റബ്ബിൻ്റെ സഹായമാണ്. ഇതാണ് നമ്മൾ ആദ്യം ഓതിയത്, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെടുത്തൊന്ന് പരിശോധിക്കണം, അതല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. ഇന്നത്തെ സാഹചര്യമായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതകൾ കാണാമായിരുന്നു, എന്തെങ്കിലും ഒരു സാധ്യത. ഇത് ടെക്നോളജി ഒന്നും വികസിക്കാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ, ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി, ഒരു പ്രവാചകൻ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. എന്താണ് ഇനി അവിടെ ഒരു പ്രതീക്ഷയുള്ളത്?
നമ്മളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും സഹായമെന്നത് ചിന്തിക്കേണ്ടതേയില്ല. ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടാലുള്ള പിന്നെ സാധ്യത എന്താ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ, നീയല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരും തന്നെയില്ല. യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത് സൂറത്തുൽ അംബിയായിൽ? ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വനജ്ജയ്നാഹു മിനൽ ഗം, അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയാണ്. ആ മത്സ്യം തന്നെ അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുപ്പുകയാണ്. എന്താണിത്? ഇതൊക്കെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റും? ആ വിഴുങ്ങിയ മത്സ്യം തന്നെ അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുപ്പുകയാണ്. കറക്റ്റായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം വാർദ്ധക്യത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പ്രസവം എന്നുള്ളത് സാധ്യതയേ ഇല്ലാത്തൊരവസ്ഥ. അദ്ദേഹം പ്രാർത്ഥന നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്, പ്രതീക്ഷ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ, എന്നെ നീ ഒറ്റപ്പെട്ടവനാക്കി മാറ്റരുത്, എനിക്ക് അനന്തരാവകാശമില്ലാത്തൊരവസ്ഥയിൽ നീ എന്നെ അനന്തരാവകാശി ഇല്ലാതെയാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വഅസ്ലഹ്നാ ലഹു സൗജഹ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കിയെന്നാണ്. പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീയെ പ്രസവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കുകയാണ്. വാർദ്ധക്യത്തിൽ ചെന്നിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥനയും പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു തുടർന്ന് പറഞ്ഞു, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിനും നാം ഉത്തരം നൽകിയെന്നാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്വാളിറ്റി, അതല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക്, ഇത്തരത്തിലുള്ളൊരു സഹായം അവർക്ക് ലഭിക്കാൻ അവരെന്താണ് ചെയ്തത് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവസാനം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. ഈ പറഞ്ഞ ക്വാളിറ്റി നമുക്കുണ്ടോ? ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ മാത്രം പരിശ്രമിച്ചാൽ മതി. സഹായം റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്ന് തന്നോളൂ. പ്രയാസമില്ലാത്തവരാരുമില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലുണ്ടോ? ഇല്ല. ഏതെങ്കിലും നിലക്ക് പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും ഈ ഇരിക്കുന്നവരിലെല്ലാവരും. ഒന്നിലെ സാമ്പത്തികമായി, അതല്ലെങ്കിൽ ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി എന്തൊരു നിലക്കും ഒരു പ്രയാസം അനുഭവിക്കാത്തവരായിട്ട് ഉള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടതുമാണ്. ഉറപ്പല്ലേ? ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒരാളും നമുക്ക് ഒരു സഹായത്തിന് ലഭിക്കാനില്ലാത്ത അവസ്ഥ, വളരെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഒരാളോടും ഇത് പറഞ്ഞിട്ടും കാര്യമില്ല, പറയാനാണെങ്കിൽ ആളുമില്ല, അതല്ലെങ്കിൽ ഇതിനൊരു വഴിയും നമുക്ക് മുമ്പിലില്ലാത്ത, വളരെ ഒറ്റപ്പെട്ടു പോകുന്ന, നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്താണ് വഴി ആ സമയത്ത്? എങ്ങനെയായിരിക്കും ആ സമയത്ത് ഒരു തുറവി നമുക്കുണ്ടാകുക? യാതൊരു സംശയമില്ല. അതിന് മുമ്പേ നമുക്ക് ആ ക്വാളിറ്റി ഉള്ളവരായി മാറണം. നമ്മൾ അതിനുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ സഹായം റബ്ബ് കൊണ്ടുവന്നോളും. എന്താണ് ഇവിടെ ക്വാളിറ്റി പറഞ്ഞത് ആ പ്രവാചകന്മാരുടെ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു, ധൃതിപ്പെട്ട് മുന്നേറുന്നവരായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം ചെലവഴിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം മാത്രം ദീനിയായ പ്രവർത്തനങ്ങൾക്ക് സമയം ചെലവഴിക്കുക. അതുപോലെ നമ്മുടെ സമ്പത്ത് നമുക്കിഷ്ടമുള്ളതിലെല്ലാം പരമാവധി ചെലവഴിച്ച് എന്തെങ്കിലും ബാക്കി വന്നാൽ വല്ല പള്ളിക്കോ അതല്ലെങ്കിൽ സാധുക്കൾക്കോ കൊടുക്കുക. എന്നല്ല ഈ പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ധൃതിപ്പെട്ടവർ മുന്നേറുന്നവരായിരുന്നു എന്നാണ്. ധാരാളമായി നമ്മൾ ചെയ്യുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. എന്തുകൊണ്ടാണോ നമുക്ക് ദീനിനെ സഹായിക്കാൻ പറ്റുക അതുകൊണ്ട് സഹായിക്കുക. സമ്പത്താണെങ്കിൽ സമ്പത്ത്, ശരീരമാണെങ്കിൽ ശരീരം.
നമ്മളൊരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ സഹായിക്കുക. രണ്ടാമത്തെ ക്വാളിറ്റി വയദ്ഊനനാ റഗബൻ വറഹബ, അവർ ഭയപ്പാടോടും പ്രതീക്ഷയോടും കൂടി നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന്. പ്രതീക്ഷ വേണം, ഭയപ്പാടും വേണം, തെറ്റ് ചെയ്യുമ്പോൾ പേടിയും വേണം, അതോടൊപ്പം തന്നെ പ്രതീക്ഷയും വേണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ. എന്തിനാണ് റസൂലിനെ അയച്ചത്? റസൂലിനെ അയച്ച സന്ദർഭം പറഞ്ഞു, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി കൊണ്ടാണ്. സ്വർഗത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം, സ്വർഗം ലഭിക്കുമെന്ന്. അതോടൊപ്പം തന്നെ നരകത്തിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയും വേണം. മൂന്നാമത്തെ ക്വാളിറ്റി വകാനു ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഭയഭക്തി ഉള്ളവരായിരുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്നാണ്. യൂനുസ് നബി അലൈഹിസ്സലാമയെ പറ്റി പ്രത്യേകം പറഞ്ഞതായി കാണാം. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, അദ്ദേഹം നമ്മെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ഒരടിമയല്ലായിരുന്നുവെങ്കിൽ, നമ്മെ തസ്ബീഹ് നടത്താത്തൊരടിമയായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ് അദ്ദേഹത്തിൻ്റെ ഖബറായി മാറുമായിരുന്നു എന്ന്. ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നാണ്. അദ്ദേഹം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്നാൽ. വെറുതെ ലഭിക്കുക സഹായം ലഭിക്കുമെന്ന് തീർച്ചയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ വാക്കിൽ സത്യസന്ധത പുലർത്തുന്നവൻ മറ്റാരുണ്ട് എന്നാണ്. രണ്ട് തവണ അള്ളാഹു ചോദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യസന്ധത പുലർത്തുന്നവൻ മറ്റാരുമില്ല. റബ്ബൊരു വാക്ക് പറഞ്ഞു, യാതൊരു സംശയവുമില്ല. ആരെന്ത് ഓഫർ പറഞ്ഞാലും എന്ത് പ്രതീക്ഷ നൽകിയാലും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. റബ്ബതല്ല, വഅദല്ലാഹി ഹഖ്ഖാ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ക്വാളിറ്റി ഉണ്ടാകണം, നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നിലക്കുമുള്ള നഷ്ടവും നമുക്ക് വരാനില്ല, ലാഭമല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമല്ലാതെ എന്നുള്ളതാണ്. എത്ര നേരം നിർത്തോ? ഒരു ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അൽബാനി റഹിമഹുല്ല ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോടായിട്ട് പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജയുള്ളവരാവുക. സഹാബികൾ ചോദിച്ചു, ഖാലു ഇന്നാ നസ്തഹി മിനല്ലാഹി യാ നബിയല്ലാഹ്, അൽഹംദുലില്ലാഹ്, റസൂലെ ഞങ്ങൾ അള്ളാഹുവിനോട് ലജ്ജയുള്ളവരാണല്ലോ, പിന്നെ എന്താണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ സ്വഹാബികൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ ദാലിക്, അങ്ങനെയല്ല, വലാകിന്ന മൻ ഇസ്തഹ്യ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ലജ്ജയുള്ളവനെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കണം? ഫൽയഹ്ഫദിർ റഅസ വമാ വഅ, അവൻ അവൻ്റെ തലയെയും തല ഉൾക്കൊള്ളുന്നതിനെയും തലയിൽ ഉൾക്കൊള്ളുന്നതിനെയും അവൻ സംരക്ഷിച്ച് നിർത്തട്ടെ എന്നാണ്. അതായത് നമ്മുടെ തലയിൽ ഉൾക്കൊള്ളുന്ന അവയവങ്ങൾ, കണ്ണ്, നാവ്, ചെവി, മൂക്ക്, തലയിൽ എന്ത് അവയവങ്ങൾ ഉൾക്കൊള്ളുന്നോ അതിനെ അവൻ സംരക്ഷിച്ച് നിർത്തട്ടെ, ഹറാമുകളിൽ നിന്ന്, മഅസിയത്തുകളിൽ നിന്ന്, റബ്ബിനെ ധിക്കരിക്കുന്നതിൽ നിന്ന്. വൽയഹ്ഫദിൽ ബത്ന വമാ ഹവ, വയറും ആ വയറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനെയും അവൻ സംരക്ഷിച്ച് നിർത്തട്ടെ. അതായത് നമ്മളെ മുഴുവൻ അവയം പറ്റി പറഞ്ഞില്ല, ഇനിയൊന്നും ബാക്കിയില്ല. നമ്മുടെ ശരീരത്തെ മുഴുവൻ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം. ഇനിയോ വൽയദ്കുരിൽ മൗത വൽ ബില, സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ എന്തു വേണം? വൽയദ്കുരിൽ മൗത വൽ ബില, അത് തുടർച്ചയായി മുടങ്ങാതെ അതിൽ ഒരു ഇസ്തിഖാമത്ത് കിട്ടണമെങ്കിൽ അവൻ്റെ മരണത്തെ ഓർക്കട്ടെ. ആ മരണത്തിന് ശേഷം അവന് വരാനുള്ള ഒരു നുരുമ്പിപ്പോക്കുണ്ട്. അവൻ്റെ ശരീരം മണ്ണിലേക്ക് ചേർന്ന്
ഒന്നുമല്ലാതെയായി അവൻ കാത്തു സൂക്ഷിച്ചിരുന്ന, ധാരാളം പണം മുടക്കി അവൻ സംരക്ഷിച്ചു പോന്നിരുന്ന അവൻ്റെ ശരീരം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ജീർണിച്ച് മണ്ണിനോട് ചേർന്ന് പോകുന്നതിനെ അവൻ ഓർക്കട്ടെ എന്നുള്ളതാണ്. ഇത് ഓർക്കണം നമ്മൾ. ഇതൊന്നും ഓർക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ ഓർത്തിരുന്നുവെങ്കിൽ ഇതൊന്നല്ല നമ്മുടെ ജീവിതം. ഞാൻ നിങ്ങൾ ഒഴിവല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തണം. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതമെല്ലാം ദിവസവും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഈ ജീവിതമായിരിക്കില്ല എന്നുള്ളതാണ്. മുൻഗാമികളെ പറ്റിയൊക്കെ പറഞ്ഞതായി കാണാം. ചില മരണ വീടുകളിൽ ചെന്നാൽ എന്താണ്, ആരാണ് ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ എന്ന് മനസ്സിലാകില്ല എന്നാണ്. എന്താണ് കാരണം? എല്ലാവരും ഇരുന്ന് കരയായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ, മയ്യത്തിൻ്റെ ബന്ധുക്കൾ മാത്രമേ കരയുള്ളൂ അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാവും ഇത് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളാണ്. മുൻഗാമികൾ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്ന് അറിയില്ല, കാരണം എല്ലാവരും കരയായിരിക്കും സ്വന്തം കാര്യം ഓർത്തിട്ട്. മരണവീടുകളിൽ വരെ നമുക്കതിനെക്കുറിച്ച് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മരണത്തെക്കുറിച്ച്. മരണവീടുകളിൽ വരെ പിന്നെ എപ്പോൾ ഓർക്കും? ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നില്ല എങ്കിൽ എത്രമാത്രം ശ്രദ്ധയിലാണ് നമ്മൾ. നമുക്ക് വരുമെന്ന് ഉറപ്പുള്ള, ഒരാളും നിഷേധിക്കാത്ത കാര്യം, റബ്ബുണ്ട് എന്ന് പറയുന്നവനും റബ്ബില്ല എന്ന് പറയുന്നവനും സർവമാന മനുഷ്യരും ഏകോപിച്ചൊരു കാര്യം, ജനിച്ചിട്ടുണ്ടോ മരിക്കും. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്ത വരുന്നില്ല. ഗഫ്ലത്തിലാണ് നമ്മൾ, അശ്രദ്ധയിലാണ്. അശ്രദ്ധ നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. അതാണ് വല്യദ്കുരിൽ മൗത വൽ ബില. മരണത്തെയും മരണത്തിന് ശേഷമുള്ള ആ നുരുമ്പിപ്പോക്കിനെയും അവൻ ഓർക്കട്ടെ. വമൻ അറാദൽ ആഖിറ. മരണത്തിന് ശേഷമുള്ള ആഖിറത്തിനെയാണ് ഒരുത്തൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ തറക സീനത്ത ദുനിയ. അവൻ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ ഒഴിവാക്കട്ടെ. ഫമൻ ഫഅല ദാലിക്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആരാണോ ചെയ്തത്, ഫഖദ് ഇസ്തഹ്യ മിനല്ലാഹി ഹഖൽ ഹയ. അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ഹയാ കാണിച്ചവൻ, ലജ്ജ കാണിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ എത്ര പ്രയാസം സഹിച്ചാലും ഒരിക്കലും നമുക്ക് നഷ്ടമല്ല എന്നുള്ളതാണ്. ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. മൻ യത്തഖില്ലാഹ്. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ, യകുൻ മഅഹു. അവൻ്റെ കൂടെ അവനുണ്ടാവും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ? വമൻ യകുനില്ലാഹു മഅഹു. ആരുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്? ഫമഅഹുൽ ഫിഅത്തുല്ലതി ലാ തുഗ്ലബ്. ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു സംഘമാണ് അവൻ്റെ കൂടെ ഉള്ളത്. ഒരിക്കലും ഒരാൾ വിചാരിച്ചാലും പരാജയപ്പെടുത്താൻ പറ്റാത്ത സംഘം. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭം വിശദീകരിക്കുന്നിടത്ത്, നിങ്ങൾ കാണാത്ത സൈന്യങ്ങൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വജുനൂദൻ ലം തറൗഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച സന്ദർഭം പറഞ്ഞെടുത്ത്, ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത സൈന്യങ്ങളെ ഇറക്കി അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. വൽ ഹാരിസുല്ലദീ ലാ യനാം. ഒരിക്കലും ഉറങ്ങാത്ത ഒരു കാവൽക്കാരനാണ് നമുക്കുള്ളത്, ഒരിക്കലും ഉറക്കം വരാത്തവൻ. പിന്നെ എത്ര വലിയ സംരക്ഷക വലയം നമ്മൾ തീർത്താലും ഭരണാധികാരികളുണ്ട്, ഒരുപാട് ആളുകൾ സംരക്ഷിക്കാനുണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ അവരെ വീടിന് കാവൽ നിൽക്കാനുണ്ട്, അതെല്ലാം ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. വൽ ഹാരിസുല്ലദീ ലാ യനാം. ഒരിക്കലും ഉറങ്ങാത്തവനാണ്. വൽ ഹാദില്ലദീ ലാ യദിൽ. ഒരിക്കലും വഴിപിഴക്കാത്ത മാർഗദർശകനാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു കാരണവശാലും ഒന്നും നമുക്ക് തടസ്സമാകേണ്ടതില്ല എന്നുള്ളതാണ്. രണ്ടാമതായി ഈ ഹദീസിൽ പറഞ്ഞ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയ്യത്ത്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇത് സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ
സഹായം തേടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മല്ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു കോപിക്കുമെന്നാണ്. ചോദിച്ചില്ലെങ്കിൽ കോപിക്കുമെന്ന്. ഒന്നാലോചിച്ച് നോക്കിയേ, ആരെങ്കിലും കിട്ടും ഇങ്ങനെ ഈ വാക്ക് പറയാൻ? ഒരു പണ്ഡിതൻ പറഞ്ഞതായി കാണാം, വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, വൈഹക്, നിനക്ക് നാശം, തഅതി മൻ യുഗ്ലിഖു അൻക ബാബഹു വയുദ്ഹിറു ലക ഫഖറഹു, നീ ചെന്ന് ചോദിക്കുന്നത് ആരോടാണ്? അവൻ്റെ വാതിൽ നിനക്ക് മുമ്പിൽ അടച്ചു വെച്ച, അവൻ്റെ ദാരിദ്ര്യം നിൻ്റെ മുമ്പിൽ വിളമ്പുന്ന ഒരുത്തനോടാണ് നീ ചെന്ന് ചോദിക്കുന്നത്. നമുക്കിടയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന അവസ്ഥ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മൾ പലപ്പോഴും സഹായം ചോദിച്ച് ചെല്ലുന്നത്, അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ കരുതുന്ന ചില ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? ഒരാളോട്, നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലോട് 1000 റുപ്യ കടം ചോദിച്ചാൽ, ഒരു തവണ ചോദിച്ചാൽ തരും, രണ്ടാമതും തരും, ഒരു പക്ഷേ മൂന്നാമതും തരും. നാലാമതും കൂടി നമ്മൾ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? പൊതുവെ ഒരവസ്ഥ എന്താ? ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ ഉണ്ട് എങ്കിലും ഒരു പക്ഷേ അവനിങ്ങനെ പറയാൻ തുടങ്ങും, ഇപ്പോൾ ബിസിനസ് ഡള്ളാണ്, അല്ലെങ്കിൽ എൻ്റെ മോളെ പഠനമാണ്, അതല്ലെങ്കിൽ വീട് പണിയാൻ തുടങ്ങിയിട്ടുള്ളൂ, അങ്ങനെ ഇങ്ങനെ അവൻ്റെ ദാരിദ്ര്യം ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തവനോടാണോ നീ ചോദിക്കുന്നത്? വയുവാരി അൻക ഗിനാഹ്, അവൻ്റെ ഐശ്വര്യം നിൻ്റെ മുന്നിൽ മറച്ചു വെച്ച ഒരുത്തനോടാണോ നീ ചോദിക്കുന്നത്? വതദഉ മൻ യഫ്തഹു ലക ബാബഹു നിസ്ഫൽ ലൈലി വനിസ്ഫൻ നഹാർ, രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ രാവും പകലും അവൻ്റെ വാതിൽ തുറന്നിട്ട് ഏത് സമയവും ചോദിച്ചോ. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിച്ചാൽ ചോദിക്കുന്നവന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ റബ്ബിനെ നീ മറക്കുകയാണോ? വയുദ്ഹിറു ലക ഗിനാഹു വയഖൂലു ദുഊനി അസ്തജിബ് ലക്കും, അവനാകട്ടെ അവൻ്റെ ദാരിദ്ര്യമല്ല നിൻ്റെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ളത്, അവൻ്റെ ഐശ്വര്യത്തെയാണ് നിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവുകളാണ് നിനക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തിലൂടെ, ചരിത്രത്തിൽ അവൻ ഇടപെട്ട നേരത്തെ പറഞ്ഞതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെ നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള റബ്ബിനെ ഒഴിവാക്കിയിട്ട് സൃഷ്ടികളിലേക്കാണോ നീ പോകുന്നത്? അവനാകട്ടെ പറഞ്ഞിട്ടുള്ളത് ഉദ്ഉനി അസ്തജിബ് ലക്കും, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന്. അങ്ങനെ പറഞ്ഞൊരു റബ്ബിനെ വിട്ടിട്ട് എങ്ങനെയാണ് റബ്ബല്ലാത്തവരിലേക്ക് തിരിയാൻ സാധിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവരിൽ മരിച്ചു കഴിഞ്ഞവൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ മരിച്ചു കഴിഞ്ഞവരോട് ചോദിക്കുന്നവൻ്റെ അവസ്ഥ, അവൻ ചോദിക്കുന്നത് കേൾക്കാത്ത, അവൻ്റെ അവസ്ഥ അറിയാത്ത, ഒന്നും അറിയാത്ത ഒരുത്തനോട് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഖബറിൽ കിടക്കുന്ന, അതല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിക്കുന്നവൻ്റെ അവൻ്റെ ബുദ്ധി എത്രമാത്രം മൗഢ്യമായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയൊരു വസിയ്യത്താണ്, ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വസിയ്യത്തുകളിലൂടെ, ഈ കാര്യങ്ങളിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നത്. അടുത്തതായി പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനമുള്ള, നമ്മുടെ ജീവിതം നല്ല രൂപത്തിൽ പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, ടെൻഷനില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇബാദത്തുകളിൽ മുന്നേറാൻ, നമ്മുടെ ദീൻ ശരിയാവാൻ, നമ്മുടെ ദുനിയാവും ശരിയാവാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ്? വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഒരു ഉപകാരമല്ലാതെ സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂടി തീരുമാനിച്ചാലും നിനക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചാലും റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിലേ നടക്കുള്ളൂ, യാതൊരു സംശയവുമില്ല. ഇത് അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് നേരെ തിരിച്ചാണ് തോന്നുന്നത് എങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഈമാനിനെ കുറിച്ച്. അങ്ങനെ തിരിച്ചു പറഞ്ഞ ചില ആളുകളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൊടുത്തതായി കാണാം. മുനാഫിഖീങ്ങളായ ആളുകൾ അവരെന്താണ് പറഞ്ഞത്? അല്ലദീന ഖാലൂ ലി ഇഖ്വാനിഹിം വഖഅദു
യുദ്ധത്തിന് വിളിക്കപ്പെട്ടപ്പോൾ യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്നിട്ട് അങ്ങനെയുള്ള മുനാഫിഖീങ്ങളായ ആളുകൾ യുദ്ധത്തിന് പോയ ആളുകളെ പറ്റി പറയുകയാണ്, ലൗ അതാഊനാ മാ ഖുതിലു, അവർ ഞങ്ങ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ അവരിവിടെ കൊല്ലപ്പെടുമായിരുന്നു. മുനാഫിക്കുകൾ പറഞ്ഞാൽ ഞങ്ങ പറഞ്ഞതനുസരിച്ച് അവരിവിടെ ഇരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശരി, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടില്ല എങ്കിലും ഖുൽ ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുൻതും സാദിഖീൻ, റസൂലേ അവരോട് പറയും, അവർ സത്യവാന്മാരാണ് എങ്കിൽ ഈ മരണത്തെ അവരിൽ നിന്നൊന്ന് പിടിച്ചു വെക്കട്ടെ. ഈ യുദ്ധത്തിൽ മരണപ്പെട്ടില്ല എങ്കിലും പിന്നീട് മരണപ്പെടില്ലേ? അത്ര അവർ സത്യമാണ് പറയുന്നത് എങ്കിൽ ഈ മരണത്തെ അവരിൽ നിന്നൊന്ന് പിടിച്ചു വെക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, മുനാഫിഖീങ്ങളായ ആളുകളെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസത്തിനെതിരായി ഉള്ള വിശ്വാസമായി അള്ളാഹു കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, മുനാഫിഖീങ്ങളായ ആളുകളുടെ അവസ്ഥ, ഇൻ തുസിബ്ക ഹസനത്തുൻ തസുഖും, റസൂലേ താങ്കൾക്ക് നന്മ വന്നാൽ അവർക്കത് പ്രയാസമായിരിക്കും. വ ഇൻ തുസിബ്ക മുസീബത്തുൻ യഖൂലു ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ൽ വയതവല്ലൗ വഹും ഫരിഹൂൻ, ഇനി താങ്കൾക്ക് വല്ല മുസീബത്ത് വന്നാൽ അവർ പറയും, ഞങ്ങൾ മുന്നേ ഒരു മുൻകരുതൽ സ്വീകരിച്ചതുകൊണ്ട്, ഞങ്ങളുടെ കാര്യം മുന്നേ ഞങ്ങൾ നന്നാക്കിയതുകൊണ്ട് കുഴപ്പമില്ല, ഈ മുഅ്മിനീങ്ങളുടെ ഒന്നും കൂടെ പോകാതെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, റസൂൽ അവരോട് പറയും ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഇത് നമ്മൾ ഹിഫ്ളാക്കിക്കോ സഹോദരങ്ങളെ. ചിലപ്പോൾ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതെല്ലാം നമ്മൾക്ക് വന്ന് അതിലൊന്നും നമ്മൾക്ക് ക്ഷമ കിട്ടാതെ പലതും ചെയ്തു കൂട്ടി പിന്നീടായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ആയത്തൊക്കെ നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനോളം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന മറ്റൊന്നില്ല. കാരണം ഇത് റബ്ബിൻ്റെ കലാമാണ്. നമ്മുടെ ജീവിതം കൃത്യമായി അറിയുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ വരെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബാണ്. റബ്ബിൻ്റെ കലാമാണ്. ഇത് ഹിഫ്ളാക്കി, ഇത് മനഃപ്പാടമാക്കിക്കോ. പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ആയത്തൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു വിധിച്ചതേ, അള്ളാഹു ഉദ്ദേശിച്ചതേ നമുക്ക് ബാധിക്കുള്ളൂ, യാതൊരു സംശയമില്ല. ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട. ഭാവിയിൽ വരാനിരിക്കുന്ന എന്ത് പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നുണ്ട് എങ്കിലും റബ്ബ് തീരുമാനിക്കണം, എന്നാലും വരുള്ളൂ, യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ, അതല്ലെങ്കിൽ പല രൂപത്തിൽ നിന്ന് നടക്കുന്ന, പറയേണ്ടതില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റബ്ബിൻ്റെ സഹായമില്ല എങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമുണ്ട്? ഇല്ല, യാതൊരു സംശയമില്ല. റബ്ബ് ഈ വിഷയത്തിൽ നമ്മെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് തന്നെ പടക്കോപ്പുകൾ തയ്യാറാക്കിയിട്ടും കാര്യമില്ല. ഇനി ഞാൻ പറയാൻ പോണ പോയിൻ്റ് ശരിക്കും ചിന്തിക്കണം. ഇപ്പം ഈ പറഞ്ഞ SIR പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടല്ല, ചർച്ച ചെയ്യാനുണ്ട്. ഇത് കേട്ടിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്കൊന്ന് ചിന്തിക്കുക.
ഞാൻ ദീനിയായിട്ടൊന്ന് നന്നാകണം എന്നൊരു തീരുമാനം ഇതിൻ്റെ പേരിൽ എടുത്താരുണ്ട്? നമ്മൾ എടുത്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചാൽ മതി. ദീനിയായിട്ട് ഞാൻ റബ്ബിലേക്കൊന്നുകൂടി അടുക്കണം എന്ന് ഈ പ്രതിസന്ധി വന്നപ്പോൾ ആരൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും? അതില്ലാതെ നമ്മൾ എന്ത് പ്രവർത്തനം വേറെ ആര് നമ്മുടെ സഹായിക്കാനുണ്ടായാലും, എത്ര രാഷ്ട്രീയ പാർട്ടികളും എത്ര വലിയ ബിസിനസ്സുകാരും എത്ര സർവ്വ കോടീശ്വരന്മാരും നമുക്ക് വേണ്ടി ഒരുമിച്ച് നിന്നിട്ടും, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നമുക്കൊപ്പം നിന്നിട്ടും കാര്യമില്ല. അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞതിൽ അള്ളാഹു നിബന്ധന പറഞ്ഞത് ഇൻ തൻസുറുള്ള, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാലെന്ന്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. ഈ ആയത്തും നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ഫലാ ഗാലിബ ലക്കും, പിന്നെ നിങ്ങളെ അതിജയിക്കാൻ ഒരാളും തന്നെയില്ല. പ്രതീക്ഷ നൽകുന്നതാണ്, ഏറെ പ്രതീക്ഷ. ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, ഒരാളുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരാൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ അള്ളാഹു തിരിച്ചും പറഞ്ഞു, വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദി, അള്ളാഹു നിങ്ങളെ കഴിയൊഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു കൈയൊഴിഞ്ഞോ ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. എത്ര നമ്മളെ സ്ഥാനവും നമ്മളെ കാര്യങ്ങളും ഭദ്രതയിലാണ് എന്ന് നമ്മൾ സ്വയം മനസ്സുകൊണ്ട് സമാധാനിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മളെ കൈയൊഴിഞ്ഞോ ഒരു രക്ഷയുമില്ല. അള്ളാഹു കൈയൊഴിയാതിരിക്കാനുള്ള കാരണങ്ങൾ, സബബുകൾ നമ്മൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. അതിൽ ഒന്നുമില്ല. ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ്, തെറ്റുകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്, തെറ്റുകൾ ചെയ്തിങ്ങനെ ജീവിക്കുക. എല്ലാ ഹറാമും തോന്നിവാസങ്ങളും ദീൻ പഠിപ്പിച്ചതും അതൊരു ഹറാമാണെന്ന് നമ്മൾ പറയുമ്പോഴേക്ക് നമ്മുടെ മേൽക്ക് മെക്കെട്ട് കയറുന്ന, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റോ, ഇതൊക്കെ ഇന്ന് പുറത്ത് പറയാൻ പറ്റോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റോ എന്ന് റസൂല് പറഞ്ഞതിനെതിരാണ് പറയണത്. ഹറാമാണ് എന്ന് ഹദീസിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യം ഇന്ന് സമൂഹത്തിൽ ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഹറാമല്ല എന്താവും? ദീൻ പഠിക്കണം, നമ്മൾ ദീൻ പഠിക്കണം. ദീൻ പഠിച്ച് അതനുസരിച്ച് നമ്മൾ നിന്നോ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ഇറക്കുന്നതാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇതുപോലെ സഹോദരങ്ങളെ, ഒരുപാട് പേർ ഇതിനു മുമ്പും പല ആളുകളും പല പ്രവാചകന്മാരെയും നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞതാണ്. അക്കൂട്ടത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ആ സമൂഹത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ, ഞങ്ങൾ ആരാധിക്കുന്ന ചില ആരാധ്യന്മാരുടെ ശകുനം നിന്നെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്, അള്ളാഹുവിനെ ഞാൻ സാക്ഷി നിർത്തിയിരിക്കുകയാണ്. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ, തവക്കുലിൻ്റെ വലിയൊരു അറ്റമാണിത്. എന്താണ് ഹൂദ് നബി അലൈഹിസ്സലാം പറയുന്നതെന്നറിയോ? ഫകീദൂനി ജമീഅൻ, നിങ്ങൾ മുഴുവൻ എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചോ, നിങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചോ. സുമ്മ ലാ തുൻദിറൂൻ, എനിക്കൊരൊഴിവും നിങ്ങൾ തരണ്ട, ഒരു സമയവും നിങ്ങൾ എനിക്ക് നീട്ടിത്തരണ്ട. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും റബ്ബിൻ്റെ മേലാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചാലും നിങ്ങളെയും നിയന്ത്രിക്കുന്ന, എന്നെയും നിയന്ത്രിക്കുന്ന, ഇതിനെ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന റബ്ബിൻ്റെ മേലാണ് ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നത്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഒന്നും തന്നെയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കുടുമക്ക് പിടിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലല്ലാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഒന്നും റബ്ബിൻ്റെ നിയന്ത്രണത്തിലല്ലാതെയില്ല. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് അവൻ്റെ ശറഅാകട്ടെ, അവൻ്റെ ദീനാകട്ടെ കൃത്യമായ നീതിയിലും കൃത്യമായ മാർഗത്തിലുമാണ് എന്നാണ് ഹൂദ് നബി അലൈഹിസ്സലാം പറയുന്നത്. ഇതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുത്ത്? നമുക്ക് തവക്കുൽ വർദ്ധിക്കാൻ വേണ്ടിയാണ്,
നമ്മുടെ തവക്കുലിനെ നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പരിശോധിക്കണം ചരിത്രത്തിൽ നിന്ന്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു കൊടുത്തത്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഉറ്റാലോചിക്കുന്ന ചിന്തിക്കുന്നവർക്ക് അതിൽ ഗുണപാഠമുണ്ട് എന്നാണ്. ചരിത്രം വെറുതെ കേട്ടു പോകാനല്ല. ഈ നാടുകടത്തലും അതുപോലെ തന്നെ ഉപദ്രവങ്ങളും എല്ലാം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തൊരു കാര്യമുണ്ട്. എന്താണ്? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് ബാധ്യതയായി നാം ഏറ്റെടുത്ത കാര്യമാണ്. സഹായം വരും, യാതൊരു സംശയമില്ല. ഇതിനു മുമ്പും പുറത്താക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തിയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരു കാര്യം കൊണ്ടാണ്, കൊറോണക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് വന്നതാണ്. പിന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയിട്ട്. നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനത്തെ ഒരു സാധനം വരും? ഇല്ല. സഹായം വരും, യാതൊരു സംശയമില്ല. ക്വാളിറ്റി ഉണ്ടാവണം. ക്വാളിറ്റി ഉണ്ടാകണമെന്നുള്ളതാണ് അതിനു വേണ്ടി നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വസിയത്തുകളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നൽകുന്നത്. കാരണം നമുക്കേവർക്കും കേട്ട് പരിചയമുള്ള സൂറത്താണ് സൂറത്തു ശർഹ്. ഇന്ന് മഗ്രിബിന് വരെ ഇമാം പാരായണം ചെയ്തതാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്, തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. രണ്ടായത്ത് തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്, പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. അറബി നിയമമനുസരിച്ച് അവിടെ പ്രയാസം ഒന്നേ ഉള്ളൂ. രണ്ടായത്തിൽ 2 തവണ പ്രയാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 പ്രയാസം ഒരൊറ്റ പ്രയാസമാണ്. പക്ഷേ 2 തവണ എളുപ്പം പറഞ്ഞത് രണ്ടും 2 എളുപ്പമാണ് അറബി നിയമം അനുസരിച്ച്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. ഒരു പ്രയാസം ഒരിക്കലും 2 എളുപ്പത്തെ മറികടക്കുകയില്ല. ഇത് പ്രതീക്ഷയാണ് നമുക്ക്. ഇന്ന് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? എളുപ്പം വരാനുണ്ട്. അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലായിരുന്നാലും മുസ്ലിം സമൂഹമായിരുന്നാലും പ്രയാസം ഇന്ന് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എളുപ്പം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്ത് നാം നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ദീൻ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. എൻ്റെ മുന്നിൽ ഒരുപക്ഷെ ഇരിക്കുന്നത് വ്യത്യസ്ത ദീനിൻ്റെ വിഷയത്തിൽ വിശ്വാസകാര്യങ്ങളായാലും കർമ്മകാര്യങ്ങളെല്ലാം ആയാലും ഒരുപക്ഷെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവർ ഇവിടെ ഉണ്ടാവും. ഓരോ വിഷയത്തിലും അത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഓരോ കാഴ്ചപ്പാടും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന്, സുന്നത്തിൻ്റെയും ഖുർആനിൻ്റെയും അടിസ്ഥാനത്തിലാണോ ഞാൻ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ദീനാൻ. ഇന്ന് മരിച്ചാൽ പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ളവരാണ്. അവിടെ തീരുമാനിക്കപ്പെടുകയാണ് നമ്മുടെ കാര്യം. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം. വാപ്പ പറഞ്ഞതോ അതല്ലെങ്കിൽ മദ്രസയിൽ കേട്ടതോ ഇത്ര നാൾ എൻ്റെ കുടുംബക്കാർ എൻ്റെ തറവാട്ടുകാർ ആചരിച്ചു പോകുന്നതോ ഒന്നുമല്ല. അതല്ല നമ്മുടെ തെളിവ്. നമ്മൾ ദീനിൽ വിശ്വസിക്കുന്ന, നാം ദീനിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശോധിക്കണം. ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണോ, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഖുർആനും ഹദീസും അത് മനസ്സിലാക്കിയ സ്വഹാബത്ത് സ്വർഗത്തിൽ പോകുമെന്ന് ഒരു പോയിൻ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിരുന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്നത് എന്തിനാണ്? പ്രതിഫലം കിട്ടാനാണ്. പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ ഇത് കാരണമാകണമെന്നുള്ള നിലക്കാണ്, അല്ലേ? നന്മയുടെ തുലാസിൽ ഇത് ഘനം തൂങ്ങണമെന്നുള്ള നിലക്കാണ്, അല്ലേ? സ്വർഗത്തിൽ പോകണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. അവസാന ലക്ഷ്യം അതാണ്, സ്വർഗത്തിൽ എത്തിപ്പെടണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ സമയം ചെലവഴിച്ച് ഇവിടെ ഇരുന്നത്. അതല്ലെങ്കിൽ പുറത്തുപോയി വർത്തമാനം പറഞ്ഞിരിക്കാമായിരുന്നു, ചായ കുടിക്കാമായിരുന്നു, കളിക്കാൻ ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടാമായിരുന്നു. അതൊന്നും ചെയ്യാതെ നമ്മളതെല്ലാം ഒഴിവാക്കി ഇവിടെ വന്നത് സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, സ്വർഗത്തിൽ പോയ ചില ആളുകളുണ്ട്, സ്വർഗത്തിൽ പോയി എന്ന് ഉറപ്പുള്ള ചില ആളുകളുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹുസ്ന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാം അൽ ജന്ന, സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആരാണ്? സ്വഹാബികളാണ്. അത് സ്വർഗത്തിൽ പോയവരാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പരിശ്രമിക്കുന്നു, നമ്മളൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇതിനു മുമ്പ് ആ ബിസിനസ് ചെയ്ത് ക്ലിക്കായ
രക്ഷപ്പെട്ട വിജയിച്ച ഒരുത്തൻ്റെ അടുക്കൽ പോകും അല്ലേ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവൻ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ നമ്മളും ചെയ്യാൻ നോക്കും അല്ലേ. ശരിയല്ലേ? സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്വർഗത്തിൽ പോയവർ ജീവിച്ചതുപോലെ ജീവിക്കണം. ആരാണത്? സ്വഹാബികളാണ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സ്വഹാബികളാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളിൽപ്പെട്ട സ്വഹാബികളാണ്. അവരുടെ ജീവിതം നമ്മൾ പഠിക്കണം. അവർ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെയാണോ ഞാൻ മനസ്സിലാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒരു സംഘടനയിലും ചേരേണ്ട, ഒന്നിലും ചേർന്നില്ലെങ്കിലും ഏത് കാട്ടുമുക്കിൽ പോയി നമ്മൾ ജീവിച്ചാലും ആ സ്വഹാബികൾ ഖുർആനും ഹദീസും പഠിച്ച് മനസ്സിലാക്കിയതുപോലെയാണോ നമ്മൾ രക്ഷപ്പെടും. അതല്ലയോ നമ്മൾക്ക് എത്ര നമ്മൾ ഖുർആൻ ഓതിയിട്ടും എത്ര തെളിവ് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ പറഞ്ഞതനുസരിച്ചല്ല നമ്മുടെ വിശ്വാസമെങ്കിൽ, അവർ മനസ്സിലാക്കിയതുപോലെയല്ല നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നത് എങ്കിൽ അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദീൻ നമ്മൾ പഠിക്കുക. ഈ ആഴ്ചയിലുള്ള ഒരു ക്ലാസ് എന്നത് സഹോദരങ്ങളെ ഒന്നുമല്ല, ദീനിൻ്റെ വിഷയത്തിൽ ഒന്നുമല്ല. ആഴ്ചയിൽ ഒരിക്കലുള്ള ക്ലാസ് ഒന്നുമല്ല. എന്തുകൊണ്ടാണ് പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ 23 വർഷം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പൂർത്തീകരിച്ചു കൊടുത്തത്. 23 വർഷം നമ്മൾ എത്ര ദീൻ പഠിച്ചിട്ടുണ്ട്? ചെറുപ്പകാലഘട്ടത്തിൽ 5 വർഷം 5ാം ക്ലാസ് വരെ മദ്രസ, അതിന് 7ാം ക്ലാസ് വരെ മദ്രസയിൽ. പിന്നെ എന്താണ് നമ്മൾ ദീൻ പഠിക്കുന്നത് സഹോദരങ്ങളെ? ഖുർആൻ നമുക്കതിൻ്റെ അർത്ഥം തുടക്കം മുതൽ അവസാനം വരെ നമ്മളത് വായിച്ചിട്ടുണ്ടോ? എന്താണ് അള്ളാഹു പറഞ്ഞത് നമ്മൾ തികഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിരക്കണക്കിന് ഹദീസുകൾ എന്തിന് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തു, എന്തിന് മുൻഗാമികൾ കഷ്ടപ്പെട്ട് ഒരു ഹദീസിന് വേണ്ടി 1 മാസം വഴിദൂരം യാത്ര ചെയ്തു? അത് നമുക്കത് അറിയാൻ വേണ്ടി, പിൻകാലക്കാർക്ക് വേണ്ടി അവർ ഇത്ര കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ച് നമുക്കത് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇന്നാണെങ്കിൽ അതെല്ലാം ലഭിക്കാനൊരു പ്രയാസവുമില്ല. മുൻകാലഘട്ടത്തിലുള്ള ആളുകൾ എത്രയോ വഴിദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പേജ് കണക്കിന് കിതാബുകളാക്കി ഏടുകളിൽ പേന മഷിയിൽ മുക്കി എഴുതിയെടുത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ നമുക്കിന്ന് ഒരൊറ്റ ക്ലിക്കിൽ ലഭിക്കാൻ. എന്നിട്ട് നമ്മൾ എന്താണ് ദീനിൻ്റെ വിഷയത്തിൽ പഠിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ദീൻ പഠിക്കുക എന്നല്ലാതെ ഒരു വഴിയുമില്ല വിഷയത്തിൽ. അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുക എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ സഹായിക്കാൻ പറ്റില്ല. പല ആളുകളും ദീനാണ് എന്ന് പറഞ്ഞ്, ദീനിനെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം ഉമ്മത്തിന് തന്നെ ദോഷകരമായിട്ടാണ് ഭാവിയിൽ ഭവിക്കാൻ പോകുന്നത്. അതെല്ലാം നമ്മൾ പഠിക്കണം. ദീൻ എങ്ങനെയാണ് എന്ന് പഠിക്കണം. എന്നാലേ ദീനിനെ സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك.